പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കുഞ്ഞെ, നീ ടയേർഡാണോ ഇപ്പോൾ? അതോ ഒരു റെസ്റ്റഡ് ഫീലിംഗ് ആണോ നിനക്കുള്ളത്? നിൻ്റെ മനസ്സിലിപ്പോൾ സമാധാനം സന്തോഷവുമുണ്ടോ? അതോ സ്ട്രെസ്സും നെർവസ്നെസ്സുമാണോ നീ ഫീൽ ചെയ്യുന്നത്? ഞാൻ പറയട്ടെ, പൊളിറ്റിക്സും സാഹചര്യങ്ങളും പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നാം കേൾക്കുന്ന ഇറാൻ, അമേരിക്ക, മിസൈൽ, ഡ്രോൺസ്, അല്ലേ, യുദ്ധത്തെക്കുറിച്ചുള്ള കേൾവികൾ, ഇതൊക്കെ സമാധാന പ്രഭുവിൻ്റെ അടുത്തുനിന്ന് എന്നെ അകറ്റിക്കൊണ്ട് പോകുന്നുണ്ടോ? പ്രത്യാശ, റിഫ്രഷ്മെൻറ്റ് എല്ലാം തരുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. സങ്കീർത്തനം 23:1 പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നമുക്കൊക്കെ സമാധാനം ഇഷ്ടമാണ്. ആൾക്കാരുമായിട്ടും എപ്പോഴും സമാധാനത്തിൽ ഇരിക്കാനാണ് നമുക്കിഷ്ടം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്നിടത്ത് സേഫായിട്ടായിരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? നഷ്ടപ്പെട്ടു പോകുന്ന അനേക ആത്മാക്കൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുവാൻ ഒരുക്കമുണ്ടോ? പ്രൈസ് ഗോഡ്. എന്താ കുഞ്ഞെ നിനക്കിപ്പോൾ ആവശ്യമുള്ളത്? നീ വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ലിസ്റ്റ് തരുമായിരിക്കും. ആരെങ്കിലും പറയുമോ, എനിക്കൊന്നും ആവശ്യമില്ല, എൻ്റെ ആവശ്യങ്ങളെല്ലാം ബ്ലോക്ക്ഡ് ആണെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ഡിസ്കറേജ്ഡായിട്ട് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ദേഷ്യപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആങ്സൈറ്റിയും സ്ട്രെസ്സും എല്ലാം നമ്മുടെ മേൽ കൂന പോലെ വന്നങ്ങ് വീഴും. നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സൊക്കെ സ്മോളറായി തീരുമ്പോൾ, പേ ചെയ്യാനുള്ള ബില്ലുകൾ കൂടി വരുമ്പോൾ ജീവിതത്തിലെ സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ട് റെസ്റ്റും ഒക്കെ അല്പസ്വല്പമൊക്കെ കുറയും, അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, യേശു കർത്താവ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. നാം ഫേസ് ചെയ്യുന്ന എല്ലാം അവൻ കണ്ടുകൊണ്ടായിരിക്കുന്നത്. സങ്കീർത്തനം 23 എത്ര നല്ലൊരു സങ്കീർത്തനമാണ്, അല്ലേ? ചെറിയ പ്രായത്തിലേ തൊട്ട് നമ്മൾ കാണാതെ പഠിച്ച സങ്കീർത്തനം, അല്ലേ? യേശുവിനെ അവിടെ ഒരു ഇടയനായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഹീസ് ദ ഗ്രേറ്റസ്റ്റ് പ്രൊവൈഡർ. ഷെപ്പേർഡ് നമ്മെ ഫീഡ് ചെയ്യും, നമ്മെ ഗൈഡ് ചെയ്യും, നമ്മെ മറയ്ക്കും, അല്ലേ? എത്ര നല്ല ഒരു കമ്പാരിസണാണ് അത്, ആടും ഇടയനും. നമ്മുടെ ഇടയനാരാ? ജീസസ്. ഹീസ് എ ഗുഡ് ഷെപ്പേർഡ്. നമുക്ക് ആവശ്യമാവുന്ന പ്രൊട്ടക്ഷൻ തരും. ക്രൈസ്റ്റ് ഈസ് അവർ ഗ്രേറ്റർ റിയാലിറ്റി, അല്ലേ? നമുക്ക് ആഗ്രഹമുള്ളതും നമുക്ക് ആവശ്യമുള്ളതും ഒക്കെ അവന് തിരിച്ചറിയാനായിട്ട് പറ്റും. നമ്മൾ ദൈവമക്കളല്ലേ? നമ്മുടെ മെൻറ്റാലിറ്റി എപ്പോഴും ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി ആയിരിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് ഒരിക്കലും നാം മറന്നു പോകരുത്. അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റു, അല്ലേ? ഡെഡായിട്ട് എന്ത് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ കിടക്കുന്നത് കണ്ടാലും ഓർത്തോണേ, അവൻ അതിലേക്ക് ലൈഫ് കൊണ്ടുവരും. അവൻ നമുക്കൊരു നല്ല സഹായിയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ നമുക്ക് വേണ്ടി നല്ലതായിട്ട് ചെയ്തു തരും. അതുകൊണ്ടാണ് പറയുന്നത്, എനിക്കൊന്നിനും മുട്ടില്ലെന്ന്. ഐ ഷാൽ നോട്ട് വോണ്ട്. അതിൻ്റെ അർത്ഥം എന്തുവാ? എനിക്ക് കണ്ടെയ്ൻമെൻ്റ് ഉണ്ട്, എല്ലാ കാര്യം കൊണ്ട് ഞാൻ തൃപ്തിയുള്ളവളാണെന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ഗോഡ്. നമ്മളൊരു മാതാവ് ആയിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ കാര്യം പോലും നമുക്ക് നല്ലവണ്ണം അറിയാം, അവർക്ക് എപ്പോഴാണ് റെസ്റ്റ് വേണ്ടതെന്ന്, അല്ലേ? അതുപോലെ യേശുപ്പച്ചന് നമ്മുടെ കാര്യത്തിലും നമ്മുടെ ശരീരമൊക്കെ ടയേർഡാകും. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റാത്തതുപോലെ നാം ടയേർഡാകും. നമ്മുടെ പ്രാണന് പോലും ക്ഷീണം വരും. ആൾക്കാർ പോലും നമുക്കങ്ങ് ഇറിറ്റൻസായിട്ട് തോന്നും. നമുക്ക് അവരെയൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ വരും നമ്മളെ ക്ഷീണിച്ചു പോകുമ്പോൾ, അല്ലേ? പിന്നെ ഹാർട്ടിന് പാൽപിറ്റേഷൻ തീർച്ചയായിട്ടും വന്നിരിക്കും. അതായത് ഒന്നുകൂടെ ഫാസ്റ്ററായിട്ട് അത് അടിക്കാൻ തുടങ്ങും. ഞാൻ പറയുന്നതൊക്കെ ശരിയല്ലേ? എക്സോസ്റ്റഡായി തീരാറില്ലേ?
പ്രൈസ് ഗോഡ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നൊരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ പ്രവൃത്തി അവൻ കാണുന്നുണ്ട്. ദൈവം ഒരിക്കലും ഒരു സ്ലേവ് ഡ്രൈവർ അല്ല. ഹീസ് എ ഗുഡ് ഷെപ്പേർഡ്. ഹീസ് എ ഫാദർ. പച്ചയായ പുൽപ്പുറത്ത് അവൻ നമ്മെ കിടത്തും. അവൻ നമ്മെ നടത്തും. അവൻ പ്രാണനെ തണുപ്പിക്കും. ഏത് വിധത്തിലാണെങ്കിലും നമ്മുടെ കർത്താവ് നമ്മെ റിസ്റ്റോർ ചെയ്യുന്നവനാണ്. അവൻ്റെ ശബ്ദം നാം കേൾക്കണം കേട്ടോ. അവൻ നമ്മോട് അരുളി ചെയ്യുന്നത് നാം കേൾക്കണം. അവൻ എപ്പോഴും നമ്മെ ലീഡ് ചെയ്യുന്നത് ഒരു ക്വയറ്റർ പ്ലേസിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവൻ ഗുഡ് ഷെപ്പേർഡാണ്. നമുക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റ് അവൻ തരും. അവനങ്ങനെ നമ്മെ ലീഡ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്കൊരു ന്യൂ മൈൻഡ് സെറ്റ് അവൻ തരും. എന്നിട്ട് എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരും. പ്രൈസ് ഗോഡ്. അവൻ കൊണ്ടുവന്ന സ്ഥലം ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് റെസ്റ്റ്. ഹല്ലേലൂയ. നമ്മുടെ ശക്തി ഒന്നും ഡ്രെയിൻ ചെയ്ത് പോകാറില്ല. ദൈവം അത്രയ്ക്ക് നല്ലവനാണ്. അതുകൊണ്ട് റെസ്റ്റ് തരുന്ന നല്ല ഇടേൻ്റെ പുറകെ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്രൈസ് ഗോഡ്. പക്ഷേ സേഫ് അല്ലാത്ത സമയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അല്ലേ. നമ്മുടെ ഹോം ലൈഫും നമ്മുടെ വർക്ക് ലൈഫും നമ്മുടെ മാരീഡ് ലൈഫും എല്ലാം കൂടെ അങ്ങോട്ട് ബിസിയായി കഴിയുമ്പോൾ ഒത്തിരി ഹെൽത്ത് കൺസേൺസ് എനിക്കാണേലും വരും, നിങ്ങൾക്കാണേലും വരും. അങ്ങനെ ഒരു സ്ട്രെസ് അങ്ങ് വന്നാൽ തീർച്ചയായിട്ടും നാം തകർന്നു പോകും. ബേൺ ഔട്ട്, എക്സോഷൻ, ഇത് നമുക്ക് പിന്നെ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. എവിടെയെങ്കിലും പോയി വിളിക്കാൻ നോക്കിയാൽ പറ്റുമോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ പറയും, അയ്യോ ഇതൊരു കൂരിരുൾ താഴ്വരയാണല്ലോ എന്ന്. അത് ഒരു വിധത്തിൽ അത് സത്യമാണെങ്കിലും ഈ വലിയ പ്രൊട്ടക്ടറാകുന്ന നമ്മുടെ നല്ല ഇടയൻ പറയുന്നത് എന്താണെന്നറിയാമോ? കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല. അനർത്ഥം വരത്തില്ലെന്ന് പറയത്തില്ല, അനർത്ഥം വരും. പക്ഷേ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവൻ നമ്മെ ടേക്ക് കെയർ ചെയ്യും. നല്ല ഇടയൻ നമ്മെ ടേക്ക് കെയർ ചെയ്യും. അവൻ്റെ വടിയും കോലും നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്. വി ആർ നോട്ട് വാക്കിംഗ് ഓൺ എ ഡാർക്ക് പാത്ത് വിതൗട്ട് കെയർ. വി ആർ അണ്ടർ ഗോഡ്സ് ഓൾമൈറ്റീസ് ഗ്രേറ്റ് കെയർ. മനസ്സിലായോ? ഇതിൽ കൂടുതൽ നമുക്ക് എൻകറേജ്ഡ് ആകുവാൻ, സമാധാനം ഹൃദയത്തിൽ പ്രാപിപ്പാൻ വേറെ വല്ലതും വേണോ? അവൻ്റെ ലവിങ് സ്റ്റാഫ് ഇറ്റ് ഈസ് പ്രസൻറ്റ് വിത്ത് മീ എന്ന് ഞാൻ വിശ്വസിക്കുക. പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കൊണ്ടുപോയി കിടത്തും. ഗോഡ് ഈസ് വിത്ത് മീ. ഗോഡ് ഡിഫെൻസ് മീ. ഗോഡ് ഹാസ് ഇനഫ് ഹാർട്ട് ടു കീപ് മീ ഓൺ ദ ബെസ്റ്റ് പാത്ത് ഫോർ മൈ ലൈഫ്. അവിടെ വൈറസും കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഇടയനുമായിട്ടുള്ളൊരു വാസം, യാതൊരു ദോഷവും വരാതെ വണ്ണം കാത്തു പരിപാലിക്കുന്ന കർത്താവിൻ്റെ ആ വലിയ വിശ്വസ്തത. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണ അനുസരണത്തിൽ താഴ്മയോടെ ആയിരിക്കുക. നമ്മൾ ഒത്തിരി അങ്ങ് തളർന്നു പോയാൽ നമുക്കൊട്ടും ഒരു സേഫ്റ്റി ഫീലിംഗ് ജീവിതത്തിൽ വരത്തില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ഓർത്തുകൊള്ളണമേ, റെസ്റ്റ് എന്താണെന്ന് നമുക്കറിയാമെങ്കിൽ, ദൈവം ആരാന്ന് നമുക്കറിയാമെങ്കിൽ, തീർച്ചയായിട്ടും അവൻ്റെ അനുഗ്രഹം ഏതു നേരത്തും നമുക്ക് അവൈലബിളാണ്. നമ്മുടെ കർത്താവ് മുഖപക്ഷമില്ലാത്ത കർത്താവ്, വലിപ്പച്ചെറുപ്പം നോക്കാത്തൊരു കർത്താവ്, വിശ്വസ്തനായ ഒരു കർത്താവ്, അത്രയ്ക്ക് നല്ല ഇടയനാണ്. ശത്രുക്കൾ വന്നാലും കർത്താവ് വിരുന്നൊരുക്കി നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. അതായത് റിഫ്രഷ്മെൻറ്റും അവൻ തരും, റിന്യൂവലും തരും. അതൊരനുഗ്രഹവുമാണ്, അത് ജോയുമാണ്. നമ്മുടെ പ്രാണനെ അത് റിവൈവ് ചെയ്യും. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ളൊരു ദൈവസന്നിധിയിൽ? അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഗോഡ്സ് റെസ്റ്റ് എത്ര നല്ലതാണെന്നറിയാമോ? നമ്മുടെ വോൺസും നമ്മുടെ നീഡ്സും നമ്മുടെ ഡിസയേഴ്സും എല്ലാം കാണുന്ന ദൈവം, ആ പ്രിൻസ് ഓഫ് പീസ് നമുക്ക് വേണ്ടതെല്ലാം തരും. ഗുഡ്നസ് ആൻഡ് മേഴ്സി ആൻഡ് അൺഫെയിലിംഗ് ലവ് ഷാൽ ഫോളോ മീ
എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ പ്രിയ ദൈവമല്ലേ, നിന്നെ ദൈവം സഹായിക്കട്ടെ. കണ്ണലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സുഖ്യ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല ഇടയനായി ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ അനുഭവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ നടത്തുന്നതിനായിട്ട്, നീ ഞങ്ങളെ ലീഡ് ചെയ്യുന്നതിനായിട്ട്, നീ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനായിട്ട്, നീ ഞങ്ങളെ ഫീഡ് ചെയ്യുന്നതിനായിട്ട്, നീ ഞങ്ങളെ റിസ്റ്റോർ ചെയ്യുന്നതിനായിട്ട് എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.